വൈദിക മന്ദിരം, ഗായക സംഘത്തിനുള്ള ഉപകരണങ്ങൾ, ഇടവകയ്ക്ക് സ്വന്തമായി ബസ് എന്നിവ വാങ്ങുന്നതിന് സർക്കാർ സംഭാവനയായി നൽകാമെന്നറിയിച്ച $40,000 നിരസിച്ച് കെനിയയിലെ കത്തോലിക്ക സഭ. രാഷ്ട്രീയ പ്രമോഷനു വേണ്ടിയാണ് പ്രസിഡന്റ് വില്യം റൂട്ടോ സംഭാവന നൽകുന്നതെന്നും ഇത്തരം സംഭാവനകൾ സ്വീകരിക്കുന്നത് സഭാ നിയമങ്ങൾക്ക് എതിരാണെന്നും നെയ്റോബിയിലെ കാത്തലിക് ആർച്ച് ബിഷപ്പ് ഫിലിപ്പ് അയോലോ പ്രസ്താവനയിൽ പറഞ്ഞു. ഇതോടൊപ്പം നെയ്റോബി ഗവർണർ ജോൺസൺ സഗാജ നൽകിയ സംഭാവനയും സഭാധികൃതർ തിരികെ നൽകി. സഭാ കൂട്ടായ്മകൾ രാഷ്ട്രീയ പ്രമോഷനു വേണ്ടി ഉപയോഗിക്കുന്നതിനെ കത്തോലിക്ക സഭ ശക്തമായി നിരുത്സാഹപ്പെടുത്തുന്നതായി ആർച്ച് ബിഷപ്പ് ആനിലോ കൂട്ടിച്ചേർത്തു. കത്തോലിക്ക സഭയും സർക്കാരും തമ്മിൽ വർദ്ധിച്ചു വരുന്ന അഭിപ്രായ ഭിന്നതകൾക്കിടയിലാണ് ഈ നടപടി എന്നതും ശ്രദ്ധേയമാണ്. 3 വർഷം മുമ്പ് ദേവാലയങ്ങളിലെ പ്രസംഗപീഠങ്ങൾ രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിൽ നിന്ന് രാഷ്ട്രീയക്കാരെ സഭാധികൃതർ വിലക്കിയിരുന്നു. ഇതിനിടെ ദേവാലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് വർദ്ധിപ്പിച്ച നികുതി ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിക്കാൻ സർക്കാർ നിർബന്ധിതമായിരുന്നു. സർക്കാരിൻ്റെ അമിത നികുതി, അഴിമതി, പൂർത്തീകരിക്കാത്ത വാഗ്ദാനങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ പരസ്യമായ പ്രസ്താവനകളുമായി സഭ രംഗത്തെത്തിയിരുന്നു. ബിഷപ്പുമാരുടെ ആശങ്കകൾ കെനിയക്കാരുടെ കാഴ്ചപ്പാടുകളെ പ്രതിഫലിപ്പിക്കുന്നതായി ആംഗ്ലിക്കൻ ആർച്ച് ബിഷപ്പ് ജാക്സൺ ഒലെ പറഞ്ഞു. കെനിയയിലെ ജനസംഖ്യയിൽ 20% കത്തോലിക്കരാണ്. ഇവാഞ്ചലിക്കൽ, ആംഗ്ലിക്കൻ വിഭാഗങ്ങളിൽപ്പെട്ടവരും ഇവിടെ സജീവമാണ്.